ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2026 ജനുവരി മാസത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ കമ്മോഡിറ്റീസ് ഒരു വലിയ കുതിച്ചുചാട്ടത്തിലാണ്. ഗോൾഡ്, സിൽവർ, കോപ്പർ എന്നിവയുടെ വിലയിൽ വലിയ മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ 2026 ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു പ്രീഷ്യസ് മെറ്റൽസ് ആയിരിക്കും. ഈ ഒരു 3 മെറ്റൽസിൽ ഏതാണ് ഇപ്പോൾ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇപ്പോൾ ഈ 3 കമ്മോഡിറ്റികളുടെയും ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ്, അതിൻ്റെ കറണ്ട് ഡിമാൻഡ്, ഇതൊക്കെ നിലവിൽ 2026 ഇൻവെസ്റ്റ്മെന്റ് പൊട്ടൻഷ്യൽ എത്രമാത്രം അത് നൽകുന്നുണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഗോൾഡ് എന്ന് പറയുന്നത് എന്നും ഇൻവെസ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട സേഫ് ഹെവൻ അസറ്റാണ്. നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് ഗോൾഡിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 25 വർഷത്തെ കണക്കെടുത്താൽ ആവറേജ് 11% ആനുവലൈസ്ഡ് റിട്ടേൺ ആണ് ഈ ഗോൾഡ് നൽകിയിട്ടുള്ളത്. 2025 മാത്രം ഏകദേശം 70% മുകളിലുള്ള ഒരു ഗ്രോത്ത് ആണ് ഗോൾഡ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 2026 ഈ ഒരു പെർഫോമൻസ് മാറ്റി നിർത്തിയാൽ പോലും നിഫ്റ്റിയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു റിട്ടേൺ എപ്പോഴും ഗോൾഡ് നൽകുന്നുണ്ട് എന്നതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇപ്പോൾ 2026 നമുക്കറിയാം കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അത് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് സ്വർണത്തിൻ്റെ വില റെക്കോർഡിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണമായിട്ടുണ്ട്. ഇതുകൂടാതെ US സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഒരു ഭീതി അത് നിലവിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ US റിസഷൻ ഫിയർ, അതിൻ്റെ ഒരു കാരണമായിട്ട് അമേരിക്കയിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അത് 4.4% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡോളറിൻ്റെ മൂല്യത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോളർ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളത് ഗോൾഡിലേക്ക് തിരിയാൻ ഇൻവെസ്റ്റേഴ്സിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ US ഫെഡറൽ റിസർവും മറ്റ് ആഗോള ബാങ്കുകളും പലിശ നിരക്കുകൾ കുറക്കാൻ തീരുമാനിച്ചത് അത് സ്വർണത്തിന് അനുകൂലമായ ഒരു സിറ്റുവേഷൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ബാങ്ക് ഡിപ്പോസിറ്റുകളിൽ നിന്നുള്ള വരുമാനം കുറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും സ്വർണത്തിലേക്കാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് തിരിയുക. ഇതുകൂടാതെ ഇൻഫ്ലേഷനെ ഹെഡ്ജ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടും ഗോൾഡ് ഉപയോഗിക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിക്കാത്തത് സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായിട്ട് മാറ്റുന്നുണ്ട്. കാരണം പണത്തിന്റെ മൂല്യം ഇടിയുമ്പോൾ സ്വർണത്തിന്റെ മൂല്യം അത് നിലനിർത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് കൂടാതെയാണ് വേൾഡ് വൈഡിലെ സെൻട്രൽ ബാങ്കുകളുടെ ഗോൾഡ് പർച്ചേസ്. ഇപ്പോൾ 2025 പ്രമുഖ ഗോൾഡ് പർച്ചേസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടിയത് യൂറോപ്യൻ രാജ്യമായ പോളണ്ടാണ്. അതുകൂടാതെ ഏഷ്യൻ രാജ്യങ്ങളുമാണ്. ഇപ്പോൾ 2025 ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ രാജ്യമായിട്ട് പോളണ്ട് മാറിയത് തങ്ങളുടെ വിദേശ നാണയ ശേഖരത്തിന്റെ 20% സ്വർണമാക്കി മാറ്റുക എന്നൊരു ടാർഗറ്റ് അവർ വെച്ചതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു അഗ്രസീവ് ബൈങ് ആണ് അവർ ഗോൾഡിൽ നടത്തിയിട്ടുള്ളത്. ഇനി ചൈനയിലേക്ക് വന്നാൽ ചൈനീസ് സെൻട്രൽ ബാങ്ക് തുടർച്ചയായി 14ാം മാസവും സ്വർണം വാങ്ങുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ ഡോളറിനോടുള്ള ആ ഒരു ഡിപ്പെൻഡൻസി കുറക്കുക, അല്ലെങ്കിൽ ഡോളറൈസേഷൻ എന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ സ്വർണം ശേഖരം ഉയർത്തുന്നത്. അതിപ്പോൾ 2306 ടണ്ണിലേക്ക് ഉയർന്നിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് 2024 72 ടണ്ണിലധികം സ്വർണം വാങ്ങിയിരുന്നു. എന്നാൽ 2025 സ്വർണ്ണവില ഗണ്യമായി ഉയർന്നതോടെ ഇന്ത്യ അതിൻ്റെ പർച്ചേസിങ്ങിൻ്റെ വേഗത കുറയ്ക്കുകയും വെറും 4 ടണ്ണ് മാത്രമാണ് ആഡ് ചെയ്തതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും ഇന്ത്യയുടെ മൊത്തം ഗോൾഡിൻ്റെ ശേഖരം എന്ന് പറയുന്നത് 880 ടണ്ണ് കവിഞ്ഞിട്ട് 8ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. ഇപ്പോൾ ചില രാജ്യങ്ങൾ വാങ്ങുകയാണെങ്കിൽ ചില രാജ്യങ്ങൾ വിൽക്കുന്നുമുണ്ട്. അവർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതായിട്ട് കാണാം. ഇപ്പോൾ സിംഗപ്പൂർ ഏകദേശം 15 ടണ്ണോളം ഗോൾഡും അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ 11 ടണ്ണോളം ഗോൾഡും കഴിഞ്ഞ വർഷം വിറ്റഴിച്ചതായിട്ട് കാണാം. അപ്പോൾ നിലവിൽ ഗോൾഡ് റിസർവിൻ്റെ കാര്യത്തിലുള്ള ടോപ്പ് 10 രാജ്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. 8133 ടണ്ണാണ് അവരുടെ സ്വർണ്ണശേഖരം. ജർമ്മനിയാണ് 2ാം സ്ഥാനത്ത് 3350 ടണ്ണ്. അതുപോലെ ഇറ്റലി 2451 ടണ്ണ്, ഫ്രാൻസ് 2437 ടൺ, റഷ്യ 2330 ടൺ, ചൈന 2306 ടൺ, സ്വിറ്റ്സർലാൻഡ് 1040 ടൺ, ഇന്ത്യ 880 ടൺ, ജപ്പാൻ 846 ടൺ, നെതർലാൻഡ്സ് 612 ടൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്കുകൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഗോൾഡിൻ്റെ പ്രൈസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ $4600 പെർ ഔൺസിന് കാണുന്നത്. അപ്പോൾ ഈ പ്രൈസിൽ ഒരു ഫ്ലക്ച്വേഷൻ എപ്പോഴും ഉണ്ടായേക്കാം. മുകളിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായ കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർണ്ണവില വലിയ തോതിൽ താഴാൻ സാധ്യത കുറവാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്.
ഇനി സിൽവറിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ 25 വർഷത്തെ, അതായത് 2001 മുതൽ 2026 വരെയുള്ള ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് പരിശോധിച്ചാൽ അതൊരു പാസീവ് കമ്മോഡിറ്റി എന്നതിനേക്കാൾ ഉപരി മികച്ച റിട്ടേൺ നൽകുന്ന ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് കാണാം. പ്രത്യേകിച്ച് 2024-25 കാലഘട്ടത്തിൽ സിൽവറിൻ്റെ പ്രൈസിലുണ്ടായ ഒരു കുതിച്ചുചാട്ടം തികച്ചും അവിശ്വസനീയമാണ്. ഇപ്പോൾ കഴിഞ്ഞ 25 വർഷത്തെ കണക്കെടുത്താൽ ശരാശരി 11% മുതൽ 12.5% വരെ വാർഷിക വളർച്ച ഈ സിൽവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് ഗോൾഡിൻ്റെ വളർച്ചയേക്കാൾ കൂടുതലാണ്. ഇപ്പം നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിൽവറിൻ്റെ പ്രൈസ് റെക്കോർഡ് നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ സിൽവറിൻ്റെ വില ഇത്രയധികം കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇൻഡസ്ട്രിയൽ ഡിമാൻഡാണ്. ഇപ്പോൾ സിൽവറിൻ്റെ പകുതിയിലധികവും ഉപയോഗിക്കുന്നത് വ്യവസായ മേഖലയിലാണ്. സോളാർ പാനൽസ്, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നത്, ഇതൊക്കെ ഈ സിൽവറിൻ്റെ ഡിമാൻഡ് ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ AI ഡാറ്റാ സെൻറ്ററുകളിലും ഹൈസ്പീഡ് ഇലക്ട്രോണിക്സ് കമ്പോണൻസിലും സിൽവറിൻ്റെ ഉപയോഗം കൂടിയത് ഇതിൻ്റെ വില വർധനവിന് ഒരു പ്രധാന ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ സിൽവറിൻ്റെ പ്രൊഡക്ഷനേക്കാൾ കൂടുതലാണ് അതിൻ്റെ കൺസംഷൻ. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പാണ് ഇത്രയധികം വില കൂടാൻ കാരണമായത്. ഇത് കൂടാതെയാണ് സേഫ് ഹെവണായിട്ടും ഈ സിൽവറിനെ ഇൻവെസ്റ്റേഴ്സ് കാണാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് നിലവിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതുപോലെ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫിയറും, ഇതൊക്കെ ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഗോൾഡിനോടൊപ്പം തന്നെ സിൽവറിനെയും ആളുകൾ കാണാൻ തുടങ്ങി. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഹൈലി വോളറ്റൈലാണ്. പൊതുവെ ഈ സിൽവറിനെ വിളിക്കുന്നത് തന്നെ ഡെവിൾസ് മെറ്റൽസ് എന്നാണ്. കാരണം ഇതിൻ്റെ വിലയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക. ഷാർപ്പായിട്ടുള്ള റൈസും ഷാർപ്പായിട്ടുള്ള ഫോളും ഒക്കെ പലപ്പോഴും ഇതിലുണ്ടാവും. ഇപ്പോൾ 2012 മുതൽ 2019 വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിൽവറിന് വലിയ ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2025 ഈ 170% ഗ്രോത്താണ് മൊത്തത്തിലുള്ള ഇതിൻ്റെ CAGR തിരുത്തി കുറിച്ചത്. അപ്പോൾ ഇതിലെപ്പോഴാണ് ഒരു കറക്ഷൻ വരുന്നത് എന്ന് ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലൊരു പ്രൈസ് കറക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2025 മാത്രം ഇപ്പോൾ 150% മുതൽ 170% വരെ റിട്ടേൺ ഇത് ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ലാഭം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ നിക്ഷേപകർ, പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ തങ്ങളുടെ കയ്യിലുള്ള സിൽവർ വിറ്റിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യത എപ്പോഴുമുണ്ട്. അപ്പോൾ ഇത് വിപണിയിൽ പെട്ടെന്നുള്ള ഒരു പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാക്കാൻ കാരണമായിരിക്കും. ഇതുകൂടാതെയാണ് 2026 ജനുവരിയിൽ ടെക്നിക്കലായിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂംബർഗ് കമ്മോഡിറ്റി ഇൻഡെക്സ് അവർ റീബാലൻസിങ് നടത്താറുണ്ട്. അപ്പോൾ ഓരോ വർഷവും അവർ ഈ മെറ്റലിൻ്റെ ക്വാണ്ടിറ്റി റീബാലൻസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രൈസ് ഇത്രയധികം ഉയർന്ന സ്ഥിതിക്ക് അവിടെ എക്സ്പോഷർ കുറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ചിലപ്പോൾ ഒരു താൽക്കാലിക കറക്ഷനിലേക്ക് സിൽവറിനെ നയിച്ചേക്കാം. ഇതുകൂടാതെ മറ്റൊരു റിസ്ക് ഫാക്ടർ സിൽവറിലുള്ളത്, നിലവിൽ സിൽവറിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗോൾഡ് പോലെയല്ല, ഇതിൻ്റെ 50% ഉപയോഗം ഇൻഡസ്ട്രിയൽ മേഖലയിലാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള ഒരു ഭൂമി കുറയുകയും റിസഷൻ ഉണ്ടാവുകയും അവിടെ ഒരു ഉൽപ്പാദന മാന്ദ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ വില കുറയും. ഇത് കൂടാതെ ഇത്ര ഉയർന്ന വിലയിലുള്ള ഒരു മെറ്റലിൻ്റെ ആൾട്ടർനേറ്റീവായിട്ടുള്ള ചീപ്പായിട്ടുള്ള വേറെ ഏതെങ്കിലും മെറ്റൽ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്മോഡിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സിൽവറിൽ വമ്പിച്ച ക്രാഷ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലുള്ള റിസ്ക് ഫാക്ടർ വളരെ ഹൈ ആണ്. ഇതേപോലെ തന്നെ സിൽവർ പോലെ തന്നെ റിസ്ക് ഫാക്ടറുള്ള മറ്റൊരു ലോഹമാണ് ഈ കോപ്പർ. ഇതിന് ഡോക്ടർ കോപ്പർ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. കാരണം ഗ്ലോബൽ എക്കണോമിയുടെ ആരോഗ്യം എത്രമാത്രം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് കോപ്പറിൻ്റെ വില. ഇപ്പോൾ 2026 ജനുവരിയിലെ ഇപ്പോൾ മാർക്കറ്റ് സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഹിസ്റ്റോറിക്കലി ഒരു ബുൾ റണ്ണിലൂടെയാണ് ഈ കോപ്പർ കടന്നു പോകുന്നത്. അപ്പോൾ കോപ്പറിൻ്റെ വിലയിൽ 60% മുതൽ 63% വരെ വർധനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ടേം കറക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് തീർച്ചയായിട്ടും കോപ്പറിലുണ്ടാവും. അപ്പോൾ അത് ഓവർ ബോട്ട് ടെറിട്ടറിയിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. 80 മുകളിലാണ് RSI കാണുന്നത്. കൂടാതെ ആഗോളതലത്തിൽ ഇതിൻ്റെ ഇൻവെൻട്രി വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഡിമാൻഡ് കുറയുകയും പ്രൈസ് കറക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്ലൂംബർഗിൻ്റെ ഒക്കെ ഇൻഡെക്സ് റീബാലൻസിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവർ കോപ്പർ വിറ്റേക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ പൊതുവെ അനലിസ്റ്റുകൾ പറയുന്നത് ഒരു നേരിയ കറക്ഷൻ ഉണ്ടായാൽ പോലും പ്രൈമറി ട്രെൻഡ് ബുള്ളിഷായിട്ട് തന്നെ തുടരുമെന്നാണ്. അപ്പോൾ ഡാറ്റാ സെൻറ്റർ ഡെവലപ്മെൻറ്റ് മേഖലയിലാണ് ഇതിൻ്റെ പ്രധാന ഉപയോഗമുള്ളത്. ഈ ഡാറ്റാ സെൻറ്ററുകൾ ഉപയോഗിക്കുന്ന പ്രധാന പവർ ഗ്രിഡുകളിലും കേബിളുകളിലും കോപ്പർ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മെറ്റലാണ്. അതേപോലെ EV വാഹനങ്ങൾക്ക് സാധാരണ വാഹനങ്ങളെക്കാൾ 3-4 ഇരട്ടി അല്ലെങ്കിൽ അധികം കോപ്പർ ആവശ്യമാണ്. ഇതുകൂടാതെ ലോകത്തിലെ പ്രധാന മൈനിങ് സൈറ്റുകളായിട്ടുള്ള ചിലി, പനാമ പോലെയുള്ള ഫെസിലിറ്റികളിൽ പലവിധ തടസ്സങ്ങൾ കാരണം ഉൽപ്പാദനം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഡിമാൻഡും ഈ കോപ്പറിൽ വർദ്ധിച്ചിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പറിൻ്റെ നിലവിലുള്ള ഈ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഈ ഡിമാൻഡും ഇതിലും നമ്മൾ സിൽവറിനെ കൂടെ സൂചിപ്പിച്ചതുപോലെയുള്ള വളറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. എങ്കിലും ഈ 3 ലോഹങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗോൾഡ് തന്നെയാണ് ഏറ്റവും സേഫ് ഹെവൻ എന്ന് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ എവിടെയാണ് നമ്മൾ അലോക്കേഷൻ നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഗൈഡൻസ് തരുന്ന ഒരു കാര്യമാണ് ഈ റേഷ്യോ അനാലിസിസ്. അപ്പോൾ ഇവിടെ ഗോൾഡ് സിൽവറും തമ്മിലുള്ള ആ ഒരു റേഷ്യോ, അപ്പോൾ 1 ഔൺസ് ഗോൾഡ് വാങ്ങാൻ എത്ര ഔൺസ് സിൽവർ ആവശ്യമുണ്ട് എന്നതിനെയാണ് ഗോൾഡ് സിൽവർ റേഷ്യോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗോൾഡ് പ്രൈസിനെ സിൽവർ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ റേഷ്യോ കിട്ടും. അപ്പോൾ ആ റേഷ്യോ 80 മുകളിലാണെങ്കിൽ ഗോൾഡിൻ്റെ വില കൂടുതലും സിൽവറിൻ്റെ വില കുറവുമാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ സിൽവറിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. എന്നാൽ ഇതിൻ്റെ റേഷ്യോ ലോ ആവുകയാണെങ്കിൽ, അതായത് 40-50 ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സിൽവറിന് സ്വർണ്ണത്തേക്കാൾ ഡിമാൻഡ് കൂടുതലാണെന്ന്. അപ്പോൾ അവിടെ സിൽവർ കൂടുതൽ ഓവർ വാല്യൂഡ് ആയി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സിൽവറിലെ അലോക്കേഷൻ കുറയ്ക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നത് ഗോൾഡ് സിൽവർ റേഷ്യോ 51-54 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നത് 80-90 ലെവലിലായിരുന്നു. ആ ലെവലിൽ നിന്ന് ഈ രീതിയിലേക്ക് വന്നത് സിൽവറിലുണ്ടായ അസാധാരണമായ ഒരു വിലക്കയറ്റമാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ഗോൾഡ് സെല് ചെയ്യണോ അല്ലെങ്കിൽ സിൽവർ സെല് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 മെറ്റൽസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ച റേഷ്യോ ഉയരുമ്പോഴും താഴുമ്പോഴുമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു റീബാലൻസിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇതേപോലെ കോപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോൾഡിനേക്കാൾ വേഗത്തിൽ കോപ്പറിൻ്റെ വില കൂടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം സാമ്പത്തിക വളർച്ചയുടെയും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൻ്റെയും ഒരു ലക്ഷണമായിട്ടാണ് അത് കണക്കാക്കുക. എന്നാൽ നിക്ഷേപകർ കൂടുതലായിട്ട് ഗോൾഡിലേക്ക് പോവുകയും കോപ്പറിൻ്റെ ഡിമാൻഡ് കുറയുകയും ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ 3 ലോഹങ്ങളുടെയും ഡിമാൻഡ് ഒരേപോലെ വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് ഒരു ഭാഗത്തും അതുപോലെ ഗോൾഡ് റിസർവ് ആയിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ ഡിമാൻഡ് വേറൊരു ഭാഗത്തും, ഇത് രണ്ടും സൃഷ്ടിച്ചിട്ടുള്ള ഒരു സിനാരിയോ ആണ് ഈ രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള ഡിമാൻഡ് ഈ 3 മെറ്റലിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഈ 3 മെറ്റലുകളിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതാണ് ഓപ്ഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ സോവറിൻ ഗോൾഡ് ബോണ്ടാണെന്ന് നമുക്കറിയാം. എന്നാൽ ഗോൾഡിൻ്റെ വില ക്രമാതീതമായി ഉയർന്നത് കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഓപ്ഷൻ ഇല്ല. പിന്നെ ഉള്ളത് ഓപ്ഷൻ ഗോൾഡ് ETF-കളാണ്. അതുകൂടാതെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളും പരിഗണിക്കാവുന്നതാണ്. എന്നാൽ ഡിജിറ്റൽ ഗോൾഡ് പോലെ സെബിയുടെ റെഗുലേഷൻ ഇല്ലാത്ത ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ റിസ്ക്കിയാണ്. ഫിസിക്കൽ മെറ്റൽസ് നമുക്ക് പരിഗണിക്കാവുന്ന കാര്യമാണ്. സിൽവറിലേക്ക് വന്നാൽ സിൽവർ ETF നിലവിലുണ്ട്. അതാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗ്ഗം ഇപ്പോൾ കാണുന്നത്. കൂടാതെ ഫിസിക്കൽ സിൽവറും വാങ്ങാവുന്നതാണ്. എന്നാൽ ഡിജിറ്റൽ സിൽവറിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇനി കോപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ കോപ്പറിൻ്റെ ETF മാർക്കറ്റിൽ അവൈലബിൾ അല്ല. എന്നാൽ മെറ്റൽ ETF-ൽ കോപ്പറിൻ്റെ അലോക്കേഷൻ ഉണ്ട്. എന്നാൽ അതിൽ അലൂമിനിയവും മറ്റ് ഇൻഡെക്സുകളിലുള്ള മറ്റു പല സ്റ്റോക്കുകളും ഉണ്ടാവും. പിന്നെ ഉള്ളത് MCXൻ്റെ കോപ്പർ ഫ്യൂച്ചറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് നല്ല മാർജിൻ ആവശ്യമാണ്. കോപ്പർ സ്റ്റോക്കുകൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ അതുപോലെ ഹിൻഡാൽകോ വേദാന്ത പോലെയുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ മുമ്പിലുള്ളത്. എന്നാൽ അതൊരു ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കോപ്പർ ഫണ്ടുകളുണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഓവർസീസ് ആപ്പുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇനി നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാലും നമ്മളെ പോർട്ട്ഫോളിയോയുടെ അലോക്കേഷൻ എത്രമാത്രം ഉണ്ടായിരിക്കണം എന്നതിനെ പറ്റി നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ മെറ്റലിൻ്റെ ഈ 3 വേർഷനും എത്രമാത്രം നമ്മളെ പോർട്ട്ഫോളിയോയിൽ മാറ്റിവെക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെയുള്ള നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ 10 മുതൽ 15% വരെയാണ് നമ്മൾ ഈ മെറ്റലുകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പാടുള്ളൂ എന്നാണ് പൊതുവെയുള്ള ഒരു തമ്പ് റൂൾ. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ ഈ 15% അല്ലെങ്കിൽ മാക്സിമം 20% എത്രമാത്രം നമ്മൾ ഗോൾഡിലും എത്രമാത്രം സിൽവറിലും എത്രമാത്രം കോപ്പറിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ, അതായത് ഒരു സുരക്ഷിതമായ നിക്ഷേപമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ഗോൾഡിൽ കൂടുതൽ അലോക്കേഷൻ നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗോൾഡ് ഒരു 70%, സിൽവർ 25%, കോപ്പർ 5% ആവാം. കോപ്പർ അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യാം. ഇനി നിങ്ങളൊരു അഗ്രസീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ സിൽവറിൻ്റെയും കോപ്പറിൻ്റെയും വളറ്റിലിറ്റി അതിനെ നേരിടാൻ തയ്യാറുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിൽ 40%, സിൽവറിൽ 40%, കോപ്പറിൽ 20% അലോക്കേഷൻ നടത്താവുന്നതാണ്. ഇതുകൂടാതെ ഓരോ 6 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴും നമ്മുടെ അലോക്കേഷൻ പരിശോധിച്ചുകൊണ്ട് സിൽവറിൻ്റെ വില ഉയർന്ന് അതിൻ്റെ അലോക്കേഷൻ 35% കൂടുതലൊക്കെ പോയി കഴിഞ്ഞാൽ, ഏകദേശം 50% ആയിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി ഗോൾഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ തിരിച്ചും ഗോൾഡിൻ്റെ പ്രൈസ് ക്രമാതീതമായിട്ട് ഉയരുമ്പോൾ അത് സിൽവറിനേക്കാൾ വലിയ ഉയരത്തിലേക്ക് പോകുമ്പോൾ അവിടെയും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി നമ്മൾ ഈ ഒരു റീബാലൻസിങ് നടത്തേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ
നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി പരിഷ്കരിച്ചുകൊണ്ട് 2026 ഈ മെറ്റലുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് സമീപിക്കാം. ഇതൊക്കെയാണ് ഇവിടെ ഈ മെറ്റലുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.